സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. എന്നും അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അതുപോലെ തന്നെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ആത്മനിർഭരതയുടെയും ചൈതന്യവത്തായ വാക്കുകളും വരികളും സന്ദേശങ്ങളും വിവരണങ്ങളുമെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ആത്മവിശ്വാസം, ആത്മാഭിമാനം, ആത്മഹർഷം, അതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ പൈതൃകത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്, നമ്മളുടെ നാട്ടുകാരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, വിദേശികളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എല്ലാ രീതിയിലും സന്തോഷിക്കാൻ മാത്രം, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും മാത്രമുള്ള ധാരാളം വാർത്തകൾ, വളരെ വളരെ ഗംഭീരമായ വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു, പഠിക്കാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുമ്പോൾ ഓരോ മണിക്കൂറും ഓരോ ദിവസവും അത് കടന്നു പോകുമ്പോൾ, നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ ആ കാറ്റിലെ തണുപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രക്രിയ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ തണുപ്പ്, ആ കാറ്റടിക്കുന്ന വേളയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് പോലെ, കാറ്റടിക്കുമ്പോൾ കാറ്റിൻ്റെ സുഖം ആസ്വദിക്കാൻ സാധിക്കുന്നത് പോലെ നല്ല നല്ല വാർത്തകൾ, അഭിമാനമുള്ള വാർത്തകൾ, ചെറിയ വാർത്തകളൊന്നുമല്ല, വളരെ ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായ വാർത്തകൾ. ആ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സുഖം, സന്തോഷം, അത് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് മിക്കവാറും ഒരു ചെലവും ഇല്ലാതെയാണ്. ആ വാർത്തകൾ ഉണ്ടാകുന്നതിൻ്റെ പുറകില് വലിയ എക്കണോമിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ആ വാർത്തകൾ കേൾക്കുന്ന നമുക്ക് തോന്നുന്ന ആ സന്തോഷം, ആത്മവിശ്വാസം, അതിനൊരു ചെലവില്ല. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നത്, പറയാനുള്ളത്, വിചാരിക്കാവുന്നത്, നല്ല നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കുക. അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അവർ പറഞ്ഞു തരുന്നത് നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കുക, നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കേൾപ്പിക്കുക, അവർ തരുന്നത് നമ്മൾ സ്പ്രെഡ് ചെയ്യുക. ഇന്നലെ ഒരു ദിവസം ഞാനൊരു 6 ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ 6 ഋക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തു. ധാരാളം വ്യക്തികൾ അത് കണ്ടു, ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, വാട്സപ്പിലെല്ലാം പോസ്റ്റ് ചെയ്തു, ഫേസ് പേജിൽ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം പോസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് ഋഗ്വേദം അല്ലെങ്കിൽ എന്തല്ല ഋഗ്വേദം, വേദങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വളരെയധികം വ്യക്തികൾക്ക് ഒരു അവസരം ലഭിച്ചത് മാതിരി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ സന്തോഷം തോന്നിയിരുന്നു. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ DTP എടുക്കാതെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. ഈസി മലയാളം എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഓൺലൈനാണ്. ഈസി മലയാളം ഓൺലൈനിൽ ടൈപ്പ് ചെയ്യുക, അത് കോപ്പി ആൻഡ് പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ വേർഡിലോ മറ്റോ കോപ്പി ചെയ്യുക, അതിനെ കോപ്പി എടുത്തിട്ട് എല്ലാത്തിലേക്കും കോപ്പി ആൻഡ് പേസ്റ്റ് അടിക്കാം. ഈസി മലയാളം എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. നിങ്ങൾക്ക് എന്തെല്ലാം മലയാളത്തിൽ ടൈപ്പ് ചെയ്യണോ അത് ടൈപ്പ് ചെയ്തിട്ട് നേരെ പോസ്റ്റ് ചെയ്യാം, എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ. അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന മന്ത്രങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ കേൾക്കാനും പോകുന്നത്. ഇത് നമ്മൾ മന്ത്രം 1-ാമത്തെ മണ്ഡലത്തിൽ 27-ാമത്തെ സൂക്തത്തിലെ 12-ാമത്തെയാണ്. സരേവാങ് ഇവ വിശ്വതിർദൈവ്യകേതു ശൃണോതു ന ഉക്തൈരഗ്നിർബൃഹദ്ഭാനുഃ നമോ മഹദ്ഭ്യോ നമോ അർഭകേഭ്യോ നമോ യുവദ്ഭ്യോ നമഃ ആസീനേഭ്യ യജാമദേവാൻ യദി ശക്നവാമ മാജ്യായാസം സമാവൃക്ഷിദേവാ. നല്ല മന്ത്രമാണ്. ഏതൊരുവനാണോ ദേവസംബന്ധിയായ, ഈശ്വരനുമായിട്ട് സംബന്ധമായിട്ടുള്ള ദേവന്മാർ നൽകുന്ന നന്മകൾ സ്വീകരിക്കാൻ യോഗ്യനായ, ആഭ്യന്തരവും ബാഹ്യവുമായ രോഗ നിവാരണത്തിന് കാരണമായ
അഗ്നി ചൈതന്യം പകരുന്ന ധനവാനായ രാജാവ് ആശ്രിതരെ എങ്ങനെയാണോ സഹായിക്കുന്നത്, അതുപോലെ അഗ്നിദേവ അവിടുത്തെ മഹിമയെ സ്തോത്ര രൂപത്തില്, മന്ത്രരൂപത്തില്, വേദമന്ത്ര രൂപത്തില് ആലപിക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുക. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെ വേദരൂപത്തിൽ ആലപിക്കുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കുക. അതെ, ഞങ്ങളുടെ കാര്യത്തില് എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശിസ്സുകളും ചൊല്ലുക. നമ്മൾ മഹത്വം കൂടുതലുള്ളവരാണ്, ധാർമ്മിക ബോധമുള്ളവരാണ്. അന്നസൽക്കാര പൂർവകമായ എല്ലാ നന്മകളും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന വേളയിൽ ചെയ്യുന്നവരാണ്. കുട്ടികൾക്ക് നമ്മളുടെ പ്രണാമം, വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ പ്രണാമം, സൽക്കാരം ചെയ്യുന്നവർക്ക് നമ്മളുടെ പ്രണാമം, കഴിവുള്ളവർക്ക് നമ്മളുടെ പ്രണാമം. എങ്ങനെയെങ്കിലും കഴിയുമെങ്കിൽ ശ്രേഷ്ഠന്മാരായ ദേവന്മാർക്ക് അന്നാദി സൽക്കാരം ചെയ്യുന്നത് പോലെ വിശക്കുന്നവർക്കും അർഹിക്കുന്നവർക്കും സൽക്കാരം നമുക്ക് ചെയ്യാം. മേൽപ്പറഞ്ഞവരോടുള്ള ആദരവ് വ്യക്തമാക്കുന്ന സ്തോത്രത്തെ ഒരിക്കലും നമ്മൾ കൈവിടാതിരിക്കട്ടെ, അലങ്കോലപ്പെടുത്താതിരിക്കട്ടെ. ആത്മാർത്ഥതയോടുകൂടി, ശുചിത്വത്തോടുകൂടി അർത്ഥമറിഞ്ഞ് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവരായി തീരട്ടെ. എത്ര ഗ്രാവാമൃതുഭുഗ്ന ഊർധ്വോപവാദി സോതാവേ ഉലൂകലസുതാ മവേന്ദ്രജൽകുലഃ. അല്ലയോ ഇന്ദ്രദേവ, യജ്ഞകർമ്മം അനുഷ്ഠിക്കുന്ന മഹാനെ, ശ്രേഷ്ഠ ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവനെ, അവിടുന്ന് ഏത് യജ്ഞാദികളുടെ കാര്യത്തിലാണോ പരപ്പുള്ള അടിഭാഗത്തോടു കൂടിയ തറനിരപ്പിൽ നിന്നും അല്പം പൊങ്ങിയ എല്ലാ അരകല്ലുകളും അമ്മിക്കല്ലുകളും കുഴവയും അന്നാദികളിൽ നിന്ന് രസമെടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിൽ പാകപ്പെടുത്തിയ എല്ലാ ഔഷധി രസത്തെയും സ്വന്തമെന്ന് വിചാരിച്ച് അത് സ്വീകരിച്ച് അർഹിക്കുന്നവർക്ക് പ്രസാദമായി കൊടുത്ത് നന്നായി സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അല്ലയോ ഇന്ദ്രദേവ, ധന്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള കുഴകളും ഉപയോഗിച്ച് ഈ ഔഷധി രസത്തെ ഞങ്ങൾക്കായിട്ട് പ്രദാനം ചെയ്താലും അവിടുന്ന് ഗൃഹസംബന്ധിയായ കാര്യങ്ങളിൽ ഞങ്ങളുടെ രോഗങ്ങൾ ഇല്ലാതെയാക്കാനായിട്ട് നല്ല അർഹമായ നിലയിൽ അരച്ചും പൊടിച്ചും എടുക്കുന്ന ഔഷധികളെ, അത് നിർമ്മിക്കുന്ന വിദ്യയെ, ഔഷധി ബലരസത്തെ പാകപ്പെടുത്തി ഞങ്ങൾക്കും അർഹിക്കുന്നവർക്കും നൽകിയാലും. സുഖിമാനായ വിദ്വാനെ, സുഖം സ്വയം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് സൗഖ്യം പകരുകയും ചെയ്യുന്ന സൂര്യദേവ, അവിടുന്ന് സാരഥി കിരണങ്ങളാകുന്ന അശ്വങ്ങളെ എന്ന പോലെ, അശ്വാരൂഢർ കടിഞ്ഞാണുകളെ എന്ന പോലെ, അശ്വത്തിലിരിക്കുന്നവര് അശ്വത്തിന്റെ കടിഞ്ഞാണ് പിടിക്കുന്നതേ പോലെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഏതൊരു കർമ്മത്തിലാണോ ധന്യമായ എല്ലാ ഔഷധിരസങ്ങളും നൽകുന്നത്, ആ ഔഷധിരസത്തെ അർഹിക്കുന്നവർക്ക് നൽകിയിട്ട് എല്ലാവരെയും ആരോഗ്യവാന്മാരാക്കി ഉയർത്തി ശ്രേയസ്സുള്ളവരാക്കി തീർക്കുക. ധനധാന്യ കുബേരനായ ഇന്ദ്ര, വിജ്ഞാനധനനായ വിദ്വാനെ, വിഷയാസക്തിയും ഹിംസയും പ്രകടമാക്കുന്ന ബോധത്തെ നിവാരണം ചെയ്യുക. വിഷയാസക്തി, അട്രാക്ഷൻ, എല്ലാത്തിനോടും വിഷയാസക്തി ഞങ്ങളിൽ കുറയ്ക്കുക. ഹിംസയുടെ വാസന കുറയ്ക്കുക. ശരീരവും മനസ്സും പുരുഷാർത്ഥ നാശത്തിൽ എത്തി നിൽക്കുന്ന ആലസ്യം ഒഴിവാക്കുക. ഞങ്ങളെ അലസരാക്കാതിരിക്കുക. ശരീരത്തിന് കായബലം നൽകുക, മനസ്സിന് മനോബലം നൽകുക. അവിടുന്ന് വിഷയാസക്തിയിൽ നിന്നും ഞങ്ങളെ മാറ്റുക. ഞങ്ങളെ വിഷയാസക്തിയിൽ നിന്ന് നിവാരണം ചെയ്യുക. കുമാർഗങ്ങളിൽ നിന്ന്, തെറ്റായ മാർഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റുക. നിശ്ചയമായും ആയിരക്കണക്കിന് ഗുണയുക്തങ്ങളായ പശുക്കളെയും കുതിരകളെയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുക. വിദ്യാ ധാന്യ ധനാദികളോട് ചേർന്നവനെ, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവനെ, സേനാനായകനെ, ദാനധർമാദികളില്ലാത്ത അങ്ങയുടെ ശത്രുക്കൾ ഉറങ്ങിപ്പോകട്ടെ. ദാനധർമാദികളില്ലാത്ത ശത്രുക്കൾ ഉറങ്ങിപ്പോകട്ടെ. അങ്ങയെ എതിർക്കാൻ കഴിവുള്ളവരാകാതിരിക്കട്ടെ. അവർ നിർവീര്യരായി പോകട്ടെ. ദാനധർമാദി കാര്യങ്ങളിൽ നിരതന്മാരായ ഏതൊരു ബന്ധുക്കളുണ്ടോ അവർ ഉന്മേഷമുള്ളവരായി തീരട്ടെ. ദാനധർമാദികളിൽ നിരതരായ ബന്ധുക്കൾ ഉന്മേഷവാന്മാരായി തീരട്ടെ. ശത്രുമിത്രാദികളെ വേണ്ടും വിധം കൈകാര്യം ചെയ്യട്ടെ. അല്ലയോ ന്യായാധീശ,
വൈജ്ഞാനിക ഞങ്ങളെ ആയിരക്കണക്കിന് ഗുണയുക്തങ്ങളായ നന്മകളുടെ ഉടമകളാക്കി തീർത്താലും നിശ്ചയമായും അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും സന്തുത്യാരാതയോ ബോധം ദുശൂരരാതയാഃ ആദൂനാ ഇന്ദ്ര സംശയഗോഷ്വേഷു ശുഭ്രഷു സഹസ്രേഷു തുവീമകാ നിശ്വാപയാമി ദോദൃശാ സ്വസ്താമബുദ്ധ്യാമാനേ ആദൂനാ ഇന്ദ്ര സംശയഗോഷ്വേഷു ശുഭ്രഷു സഹസ്രേഷു തുവീമകാ. അല്ലയോ നേതൃസ്ഥാനത്തിരിക്കുന്ന ഇന്ദ്രദേവ, വിദ്യാധാന്യധനാദികളോടുകൂടി ചേർന്നവനെ, അവിടെ നിന്ന് ഈ കേൾക്കുന്ന പാപഭംഗിലമായ നിലവിലുള്ള വാക്കുകൊണ്ട് നിന്ദാസ്തുതി ചെയ്യുന്ന അനിഷ്ട ശബ്ദം പുറപ്പെടുവിക്കുന്ന കഴുതയ്ക്ക് തുല്യനായ ശത്രുവിനെ. അപ്പൊ ശത്രുവിന്റെ വിവരണം എന്താണെന്നറിയാമോ? പാപഭംഗിലമായ ശബ്ദം പുറപ്പെടുവിക്കുന്നവനെ, വാക്കുകൊണ്ട് നിന്ദിക്കുന്നവനെ, അനിഷ്ട ശബ്ദം പുറപ്പെടുവിക്കുന്നവനെ, കഴുതയ്ക്ക് തുല്യനായ ബുദ്ധിയില്ലാത്ത ശത്രുവിനെ നിശേഷം ഉന്മൂലനം ചെയ്യുക, അവരെ ക്രൂരമായിട്ട് ശിക്ഷിക്കുക, ഞങ്ങളെ ആയിരക്കണക്കിന് നല്ല ശബ്ദ വ്യവഹാരത്തോടു കൂടി യോജിപ്പിക്കുക, ഭൂമി ലാഭത്തോടും ധനധാന്യ സമൃദ്ധിയോടും ആന കുതിര പശു എന്നിവയുടെ ലാഭത്തോടും കൂടി സർവദാ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുക. ധാരാളം ധനധാന്യാദികളുടെ ഉടമയായ ജഗദീശ്വര, ഐശ്വര്യവാനായ ജഗദീശ്വര, കാറ്റ് അതിൻ്റെ വട്ടത്തിൽ ചുഴറ്റി വീശിപ്പായുന്ന ഗതിയുടെ വലയത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കുക, പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, അതിനെ കാട്ടിൽ നിന്ന് പോലും അധികം ദൂരദേശത്തിൽ വീഴ്ത്തട്ടെ. കാറ്റ് മനുഷ്യവാസമുള്ള സ്ഥലത്തിൽ നിന്ന് മാറി അത് കാടുകളിലേക്ക് മാറ്റുക, കാട്ടിലും അത് പ്രശ്നമുണ്ടാകാത്ത വിധത്തിൽ ദൂരദേശത്തിൽ അതിനെ വീഴ്ത്തട്ടെ. ഭൂലാഭം, ഗോധനം, അശ്വധനം, ഗജധനം മുതലായവയിൽ നല്ല ഉടമയാക്കി നിശ്ചയമായും ഞങ്ങളെ അനുഗ്രഹിക്കുക. പദാദി കൊണ്ടൂരം വാദോവനാദി ആദൂനാ ഇന്ദ്ര സംശയ ഗോഷ്വേഷു ശുഭ്രഷു സഹസ്രേഷു തുവീമകാം. എപ്രകാരമാണോ കർഷകന്മാർ കിണറുണ്ടാക്കി അതിലുള്ള വെള്ളം കൊണ്ട് വയലുകളെ നനയ്ക്കുന്നു, കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്തുന്നു, കൂടാതെ എപ്രകാരമാണോ വേഗത്തോടു കൂടിയ വായു ജലം കൊണ്ട് അനേകം കർമ്മങ്ങൾ ഏറ്റെടുക്കുന്ന അതിശക്തമാനായ അനുപമമായ മഹത്വമുള്ള മഹാവിജ്ഞന് പരമൈശ്വര്യവാന് പരോപകാരാർത്ഥമായി ജലശക്തി കൊടുക്കുന്നത്, അതുപോലെ നിങ്ങളും പരോപകാരം ചെയ്യുവിൻ. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവിൻ. എങ്ങനെയാണോ കർഷകര് കിണറുണ്ടാക്കി വെള്ളമെടുത്ത് വയലുകളെ നനയ്ക്കുന്നത്, എങ്ങനെയാണോ മേഘങ്ങള് ജലവർഷം ചെയ്യുന്നത്, എങ്ങനെയാണോ നന്മ നിറഞ്ഞവര് അതിശക്തിമാന്മാരായ അനുപമമായ മഹത്വമുള്ള മഹാവൈജ്ഞാനികര് പരമൈശ്വര്യവാന്മാര് മറ്റുള്ളവരെ സഹായിക്കുന്നത്, അതുപോലെ പരോപകാർത്ഥം നിങ്ങളും ഈ കർമ്മങ്ങള് അനവധി ചെയ്യുവിൻ. ഏതൊരു ഇന്ദ്രദേവനാണോ രക്ഷകനായി നമ്മളെ സംരക്ഷിക്കുന്നത്, സംശുദ്ധമായ ഓഷധി ബലരസങ്ങളുടെ നൂറുകണക്കിനുള്ള പാത്രങ്ങളിൽ നിന്ന് സദ്ഗുണ സമ്പന്നമായ ഔഷധം എല്ലാവർക്കും നൽകുന്നത്, ആയിരക്കണക്കിന് പാത്രങ്ങളിലുള്ളതോ ഉയർന്ന സ്ഥലത്ത് നിന്നും താഴ്ന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ ആവശ്യക്കാരന് നാനാഭാഗത്ത് നിന്നും മതിയാം വിധത്തില് ആ ഔഷധരസങ്ങളെ എത്തിക്കുക. ആ ഇന്ദ്രദേവൻ സമാരാധ്യനാണ്, നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. ആ അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് യോഗ്യതയുള്ളവരായി തീരാം. എല്ലാം ഒരു പോസിറ്റീവ് സന്ദേശമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ദൈവീകത, ഈശ്വരീയത എന്ന് മനസ്സിലാവണം. അതായത് നന്മകൾ നിലനിർത്തുക, നന്മകളെ എടുക്കുക, അത് നിലനിർത്തുക, അത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശ്വരീയന്മാരാവുന്നത്. പ്രകൃതി എന്നും ചെയ്യുന്നത് അത് തന്നെയാണ്. പ്രകൃതിയിലെ ഓരോന്നും സൂര്യനിൽ നിന്ന് പ്രകാശവും താപവും എടുക്കുന്നു. എന്നിട്ട് ആ പ്രകൃതിയിലുള്ള സസ്യലതാദികൾ വളരുന്നു. എന്നിട്ട് ആ പ്രകൃതിയിലുള്ള സസ്യലതാദികൾ മറ്റുള്ളവർക്ക് ഇല കൊടുക്കുന്ന ചെടികളുണ്ട്, പൂവ് കൊടുക്കുന്ന ചെടികളുണ്ട്, കായ കൊടുക്കുന്ന ചെടികളുണ്ട്,
ഫലം കൊടുക്കുന്ന ചെടികളുണ്ട്, അതുപോലെ തന്നെ ആ ചെടിയുടെ തന്നെ ശരീരം കൊടുക്കുന്ന ചെടികളുണ്ട്, വേരുകൾ കൊടുക്കുന്ന ചെടികളുണ്ട്. അതെല്ലാം തന്നെത്താനെ സൂര്യനിൽ നിന്ന് പ്രകാശവും ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത്, അപ്പൊ പ്രകൃതിയിൽ നിന്ന് അതെല്ലാം എടുത്ത് കുറെ കാലം അത് നിലനിന്ന് അതിൻ്റെ പ്രജകൾക്ക് കുറെ അധികം സൃഷ്ടി നടത്തിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് ആ സസ്യലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം പോകുന്നതിന് മുമ്പ് അത് എടുക്കേണ്ടതെല്ലാം എടുത്ത് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നു. അതേപോലൊരു ദൗത്യം 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവായിട്ടുള്ള മനുഷ്യന് പ്രകൃതിയിൽ നിന്നാണ് എല്ലാം എടുക്കുന്നത്. ഈ ലോകത്തിലെ ഒരു ഭരണാധികാരിയും ആർക്കും ഒന്നും നൽകുന്നില്ല. നൽകുന്നവനെ ഒരു പക്ഷെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും, അവന്റെ പെൻഷനോ ശമ്പളമോ ഒക്കെ നൽകുന്നുണ്ടാവും. ബാക്കിയൊക്കെ പ്രകൃതിയാണ് നൽകുന്നത്. ആ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കാവുന്നതെല്ലാം സ്വീകരിച്ച് ഉപയോഗിക്കുന്നതെല്ലാം ഉപയോഗിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രകൃതിയിലുള്ളതിന് തന്നെ തിരിച്ചു കൊടുത്തു പോകുന്ന ആ സസ്യലതാദികളും ജന്തുജാലങ്ങളും, ഞാൻ എന്നും പറയാറുണ്ട്, ചെളിവെള്ളത്തിൽ നിൽക്കുന്ന തെങ്ങ് മധുരമുള്ള കരിക്കിൻ വെള്ളമാണ് നമുക്ക് തരുന്നത്. പിണ്ണാക്കും പരുത്തിക്കുരുവും വൈക്കോലും അങ്ങനെ വേസ്റ്റ് സാധനങ്ങൾ തിന്ന പശു നമുക്ക് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പാലാണ് തരുന്നത്. എല്ലാം ഏത് മനുഷ്യനൊഴിച്ച് ഏത് സാധനത്തെ എടുത്താലും വളരെ താഴ്ന്ന ഗുണനിലവാരമുള്ളത് അത് സ്വീകരിച്ച് വളരെ ഉയർന്ന ഗുണനിലവാരമുള്ളതാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതാണ് വേദം നമ്മളോട് ഉപദേശിക്കുന്നത്. ആ നന്മകൾ സ്വീകരിക്കാനും അതുപോലെ തന്നെ വളരെ വളരെ നന്മയുള്ളതാക്കി മാറ്റാനുള്ളത് സ്വീകരിക്കാനും നന്മയുള്ളതാക്കി മാറ്റി ഉപയോഗിക്കാനും നന്മയുള്ളതാക്കി മാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കാനും ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ചു കൊണ്ട് പോകുമ്പോൾ മറക്കാതിരിക്കുക. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. ജീവിക്കാനുള്ള തയ്യാറെടുപ്പല്ല ജീവിതം, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം. എല്ലാവർക്കും ഗോപാലകൃഷ്ണന്റെ സുപ്രഭാത വന്ദനം. ഇന്ന് ധാരാളം വ്യക്തികള് സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ട്. ചൈതന്യവത്തായ ഒരു ദിവസം. നല്ലത് കേട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുക, നല്ലത് കണ്ട് മറ്റുള്ളവരെ കാണിപ്പിക്കുക, നല്ലത് ചർച്ച ചെയ്ത് മറ്റുള്ളവരെ ചർച്ച ചെയ്യിപ്പിക്കുക, നല്ലത് ചിന്തിച്ച് മറ്റുള്ളവരെ ചിന്തിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ തിന്മയ്ക്കും തെറ്റുകൾക്കും അധർമ്മത്തിനും അനീതിക്കും അതിനെതിരെ അതേ ശക്തമായിട്ട് നമുക്ക് പൊരുതാനുള്ള ശക്തിയും കൂടി ഉണ്ടാവുക, പൊരുതുന്നവരെ കൂടുതൽ ശക്തരാക്കുക എന്നുള്ളതും കൂടി ഈ സന്ദേശത്തിന്റെ ഭാഗമാണ്. പ്രണാമം, നമസ്കാരം.